തുടരും ചിത്രത്തിൻ്റെ ആ ഒരു ഹ്യൂജ് സക്സസിന് ശേഷം ലാലേട്ടൻ തരുൺമൂർത്തി കോമ്പോയിൽ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതിമനോഹരം എന്നൊരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ ചിത്രം. പടത്തിൻ്റെ ഏകദേശം 90 ഡേയ്സോളം വരുന്ന ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇനി ഏകദേശം 1 മന്തോളം ചെറിയൊരു ബ്രേക്കിന് ശേഷമേ പടത്തിൻ്റെ ബാക്കി ഷെഡ്യൂളിലുള്ള ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കറൻലി ഷെഡ്യൂൾ ഇന്നോ നാളത്തോടു കൂടി തന്നെയൊക്കെ കംപ്ലീറ്റ് ആകുന്നതാണ്. പ്രഭാസിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാതിരിക്കുന്ന ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന സെക്കൻഡ് പാർട്ട് ചിത്രമാണ് കൽക്കി 2 എന്ന പടം. പടത്തിൻ്റെ ഏറ്റവും പുതിയ 2 ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. നെക്സ്റ്റ് ഇയർ മെയ്യോടുകൂടി തന്നെയാണ് ചിത്രത്തിൻ്റെ എൻ്റയർ ഷൂട്ട് കംപ്ലീറ്റ് ആക്കാൻ ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കമൻറ്റ്സ് അപ്ഡേറ്റിലോട്ട് തന്നെ വരാം. കമൻറ്റ് വഴി ആദ്യം ചോദിച്ചുള്ളത് പൃഥ്വിരാജിൻ്റെ കാളിൽ എന്ന ചിത്രത്തെ പറ്റിയാണ്. ഈ ഒരു പടത്തെ പറ്റി പറയുകയാണെങ്കിൽ പടം ഉടനെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു പടത്തിലോട്ട് പൃഥ്വിരാജ് ഉടനെ ജോയിൻ ചെയ്യുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തപ്പോഴായിരുന്നു പുള്ളിയുടെ കറലി ലൈനപ്പിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓഡിയൻ സിനിമ കയറി വന്നതാണ്. ആ ഓഡിയൻ സിനിമ കഴിഞ്ഞതിന് ശേഷമേ ഇനി കാളിയൻ ചിത്രത്തിലോട്ടായാലും പുള്ളി പ്രോപ്പർലി ജോയിൻ ചെയ്യത്തുള്ളൂ എന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്ത ചോദിച്ചുള്ളത് രണ്ടാം മൂഴം എന്ന ലാലേട്ടൻ പടത്തെ പറ്റി തന്നെയാണ്. ഈ ഒരു പടം ഇപ്പോൾ ഋഷഭ് ഷെട്ടിയൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അപ്ഡേറ്റുകളുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ ഒരു പടത്തെ പറ്റി ഇപ്പോൾ ഒരു അറിവുമില്ല. ഈ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാതെ ഈ ഒരു പടം ഇനി ഓൺ ആവത്തില്ലെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദിച്ചുള്ളൂ വിസ്മയ മോഹൻലാലിൻ്റെ ആ ഒരു തുടക്കം എന്ന പടത്തെ പറ്റിയാണ്. പടത്തിൻ്റെ റിലീസ് ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അപ്ഡേറ്റും പരിപാടിയൊന്നുമില്ല. ഇവരും ഇപ്പോൾ മന്തിലൊക്കെ അപ്ഡേറ്റുകൾ വരാനുള്ള ഹൈ ചാൻസസും പരിപാടികളൊക്കെ തന്നെ കാണുന്നുണ്ട്. അടുത്ത ചോദിച്ചുള്ളൂ കത്തി 2 ലിയോ 2വിനെയൊക്കെ പറ്റിയാണ്. അറിയാമല്ലോ, വിജയ് പൊളിറ്റിക്സിലോട്ട് ഇറങ്ങിയതോടുകൂടി തന്നെ ഇനി സിനിമയിലോട്ട് ഒരു തിരിച്ചുവരവില്ലെന്ന് പുള്ളി തന്നെ പറഞ്ഞുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി സിനിമയിലോട്ട് തിരിച്ചു വന്നാൽ കത്തി 2വിനൊരു സ്വീക്കിൽ നടക്കാനുള്ള ചാൻസസ് ഒന്നും കാണുന്നില്ല. ലിയോ 2വിനായാലും ലോകേഷിൻ്റെ പരിപാടികളൊക്കെ തന്നെ അറിയാമല്ലോ, ഒരുപാട് ലൈനപ്പുള്ള പുള്ളിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇനി ലിയോ 2വിന് വർക്ക് ചെയ്യുവാണെങ്കിൽ പോലും ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ 2 പ്രൊജക്റ്റ് നടക്കാനുള്ള സാധ്യതയില്ല. അടുത്ത കുറേ നടന്മാരെ പറ്റിയൊക്കെ തന്നെ അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നവ്യ നായരുടെ നെക്സ്റ്റ് മൂവി, ജയറാമിൻ്റെ നെക്സ്റ്റ് മൂവി, ജിത്തു ജോസഫിൻ്റെ ഒക്കെ നെക്സ്റ്റ് മൂവി, ഇതിനെപ്പറ്റിയൊന്നും ഒഫീഷ്യലി ഇതുവരെയായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അജിത്തിൻ്റെ പടത്തെ പറ്റി ഞാൻ ലേറ്റസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, AK-64നെ പറ്റി. ഇപ്പോൾ അനശ്വരരാജിൻ്റെ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ 158ാമത്തെ പടത്തിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഖലീഫ എന്ന ചിത്രം. ഓണം റിലീസിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒരു പടം ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു പടത്തിൻ്റെ എൻ്റയർ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സമന്തയുടെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മാ എന്തി ബംഗാരി എന്ന ചിത്രം. ഈ ഒരു പടം 3 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 2.5 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്രയിൽ നിന്ന് ഏകദേശം 19 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓവർസീസ് നിന്നാണെങ്കിൽ $1.5 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 14 കോടി രൂപയ്ക്ക് അടുത്തോളം വരും. പടം അങ്ങനെ ടോട്ടൽ വാല്യൂവായിട്ട് 41 കോടി രൂപ സ്വന്തമാക്കി ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാർട്ട് തന്നെയാണ് ബോക്സ് ഓഫീസിൽ നടത്തിയിട്ടുള്ളത്. പടം ഉടനെ തന്നെ 50 കോടിയൊക്കെ തന്നെ അച്ചീവ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും സമന്ത ലീഡ് റോളിൽ എത്തിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഗ്രോസറി ഈ ഒരു പടം തന്നെയായി മാറിയിരിക്കുകയാണ്. ഇന്ദ്രൻ സേട്ടൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയൊരു റൊമാൻറ്റിക് എൻ്റർടൈനർ ചിത്രമായിരുന്നു ചിന്ന ചിന്ന ആസ എന്ന ചിത്രം. ഒരു ലോ ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള പടം കേരളത്തിൽ നിന്ന് 40 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 4.5 ലക്ഷം രൂപയും, അങ്ങനെ വലുതായിട്ട് ഏകദേശം 51 ലക്ഷം രൂപ പണം കളക്ട് ചെയ്തിട്ടുണ്ട്. പടം ലോ ഹൈപ്പിൽ എത്തിയിട്ടും ഇമാതിരി ഒരു ഗ്രോത്ത് ഒക്കെ പടത്തിന് കിട്ടുന്നുണ്ട്. എന്തായാലും പടം തിയേറ്ററിക്കലി ഒരു ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാർത്തിയുടെ ലീഡിൽ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സർദാർ 2 എന്ന പടം. ഈ ഒരു പടത്തിൻ്റെ OTT അവകാശങ്ങൾ സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. SS രാജമൗലിയുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വാരണാസി എന്ന മഹേഷ് ബാബു പടം. പടത്തിൻ്റെ ഏകദേശം ഒരു 76ാമത്തെ സീൻ എന്ന് പറയുന്നത് ഒരു ബുൾ ഷോട്ട് ആയിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു ബുള്ളിനെ വെച്ച് അത് IMAX-ലാണ് ഷൂട്ട് ചെയ്യാൻ ചിത്രത്തിൻ്റെ ടീം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസൈഡർ റിപ്പോർട്ട്സ് പ്രകാരം ഓൾമോസ്റ്റ് ചിത്രത്തിൻ്റെ 80% ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ ഫൈനൽ ഷെഡ്യൂളിലുള്ള ഷൂട്ടും പരിപാടികളൊക്കെ തന്നെയാണ്. ഒരു മാസീവ് ബുള്ളിനെ വെച്ചുള്ള ഒരു ഷൂട്ടും സീക്വൻസും ഒക്കെ തന്നെയാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. യാഷിൻ്റെ ലീഡിൽ പുറത്തിറക്കാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ടോക്സിക് എന്ന പടം ഈ വരുന്ന ഓഗസ്റ്റ് 26 പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ആ ഒരു ഓണം ടൈമിൽ ഒരുപാട് ചിത്രം നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരുപാട് ചിത്രങ്ങളുടെയൊക്കെ തന്നെ വലിയ ക്ലാഷ് ഉണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ യാഷിൻ്റെ ഒരു പടവും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു റിലീസ് ചേഞ്ച് ഉണ്ടായില്ല എന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. തലവർ രജനീകാന്തിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജയിലർ 2. ഈ ഒരു പടത്തിൽ ഒരു സ്പെഷ്യൽ ക്യാമിയോ ചെയ്യാനായിട്ട് ഹൃതിക് റോഷൻ ഇപ്പോൾ ചെന്നൈയിൽ വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു പടത്തിൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിലൊക്കെ ആയിട്ടാണ് ഹൃതിക് റോഷൻ ഈ ഒരു പടത്തിലെത്തുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ലേറ്റസ്റ്റ് റിലീസിനെത്തുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ബാലൻ എന്ന ചിത്രം. മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള ചിദംബരമായിരുന്നു പടം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. പടം ഓവർസീസ് ഏകദേശം 800K
കോടിയോളം $US കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 7.5 കോടി രൂപയ്ക്ക് അടുത്തോളം വരും. അങ്ങനെ ടോട്ടൽ വേലുബിൾ ആയിട്ട് 15 കോടി രൂപ ചിത്രം കളക്ട് ചെയ്ത് ഒരു തിയേറ്ററിക്കൽ സക്സസിലോട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ജസ്റ്റ് 3-4 ദിവസം കൊണ്ടാണ് പടം ഈ ലെവൽ കളക്ഷനൊക്കെ തന്നെ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഏതായാലും പടത്തിന് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ലോ ബഡ്ജറ്റ് ചെറിയ പടത്തിന് കിട്ടാവുന്നത് വെച്ച് ബെസ്റ്റ് കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും പടം തിയേറ്ററിൽ ഒരു ഹ്യൂജ് സക്സസ് ആകുമെന്നൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. റാംചരൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് പെഡി എന്ന പടം. ഈ ഒരു പടം ഏകദേശം 300-400 കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷനൊക്കെ തന്നെ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിനായി കുറേ ആൾക്കാരായിരുന്നു കാത്തിനുള്ളത്. ചിത്രത്തിൻ്റെ OTTയിലൊക്കെ അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജൂലൈ 2 ചിത്രത്തിൻ്റെ OTT റിലീസ് നെറ്റ്ഫ്ലിക്സ് വഴി നടക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് തന്നെ പുറത്തിറക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും നിലവിൽ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം വരുന്ന ജൂലൈ 2 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസിനെത്തുന്നതാണ്. എന്തായാലും ഈ ഒരു ചിത്രത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക.